എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വളരെ സ്പെഷ്യലായിട്ട് ഒരു സ്പെഷ്യൽ മുട്ട റോസ്റ്റ് അതാണ് ഉണ്ടാക്കുന്നത്. രാവിലത്തെ ചായ പലഹാരം, പിന്നെ പൂരിക്കാണ് ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. അപ്പോൾ നമുക്ക് ഇതാ മുട്ട റോസ്റ്റിനുള്ള ചേരുവകളിൽ പച്ചക്കറികളൊക്കെ ഇവിടെ, അതായത് ഉള്ളി, തക്കാളി, പിന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്കിത് പൂരിക്കുള്ള ആ ഒരു ഗോതമ്പ് മാവ് കുഴച്ചാദ്യം വെക്കണം. എന്നാൽ പിന്നെ അതവിടെ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉണ്ടാക്കുള്ളൂ പൂരി. അപ്പോൾ അതൊക്കെ റെഡിയാക്കി കുഴച്ച് വെക്കാം. നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി നമ്മൾ പൊടിപ്പിച്ച് കൊണ്ടുവന്ന പൊടിയാണ്, നല്ല പൊടിയാണിത്. അപ്പം അത് ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കറീൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇന്നിപ്പോൾ രാവിലെ നമുക്ക് പൂരി മുട്ട റോസ്റ്റും, ഒരു സ്പെഷ്യൽ മുട്ട റോസ്റ്റ്. നമ്മൾ സാധാരണ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്ന, അതായത് ഞങ്ങൾ ഉണ്ടാക്കുന്ന ആ തരത്തിലുള്ള കുറച്ചൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടുള്ള തന്നെയാണ്. ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഹോട്ടലുകളിലൊക്കെ കിട്ടലുണ്ട് നല്ല മുട്ട റോസ്റ്റ്. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെ ചോദിച്ച് അറിഞ്ഞ് ഞാൻ നേരത്തെ എവിടെ നിന്ന് കണ്ടതാണിത്, ഇത് കഴിച്ചതാണ്. അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ കിട്ടിയ ആ ഒരു ഓർമ്മയിലാണ് ഇപ്പം ഞാൻ അത് ഉണ്ടാക്കുന്നത്. സാധാരണ ഞങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിലേക്കുള്ള മറ്റ് ചേരുവകൾ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അവിടെ അരിഞ്ഞവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്കിതാ ഇനി ഇപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ അതൊഴിക്കാം. ഇനി ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ അത് നുറുക്കിയത് അതൊന്ന് നന്നാക്കി വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് വലിയ ഉള്ളി അതരിഞ്ഞത് അതും ഒന്ന് നല്ല പോലെ തന്നെ ഉണ്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ഒന്നുണ്ടായ ശേഷം നമുക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, അത്രയൊന്നാണ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത് നല്ലപോലെ ഒന്നുണ്ട് വഴറ്റിയ ശേഷം നമുക്ക് തക്കാളി അതാണ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം, ഏകദേശം 5 മിനിറ്റ് അത് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് നല്ലപോലെ ഇളക്കിയത് ആ തക്കാളീൻ്റെ കൂടി ഒന്നാണ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഉടച്ചു കൊടുക്കാം തക്കാളി. ഇനി നമുക്ക് ഒരു ലേശം വെള്ളം പാകത്തിന് ആ വെള്ളം ഒഴിച്ച് ഇനി ഇത് നല്ല പോലെ ഒന്നുണ്ട് ശരിക്കിളക്കി ചേർത്ത് ഇനി ഇത് നമുക്ക് ഒരു 8-10 മിനിറ്റ് എങ്കിലും വേണ്ടി വരും. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ അതെടുക്കുന്നത്. ഉണ്ടോ, ആ ഒരു വെള്ളം കൂടി അതിൽ മസാലയിലൊക്കെ ചേർന്ന് ശരിക്ക് പിടിച്ച് അത് വറ്റും ചെയ്തു. ഇപ്പോൾ നല്ല കട്ടായി വന്നു അത് റോസ്റ്റ്. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി ഇതാ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പുഴുങ്ങിയ കോഴിമുട്ട. ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് നമുക്ക് കോഴിമുട്ട, 2 കോഴിമുട്ടയാണ്, അത് നടു കൊണ്ട് കീറിയിട്ട് ശരിക്കും മസാലയൊക്കെ പിടിക്കും. അല്ലാതെ അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പം അത് ഇനി ഈ ഒരു ഇതിൽ നല്ല പോലെ ഉണ്ട് ഒക്കെ ഇളക്കി ചേർത്ത് കൊടുക്കുക. നമ്മളെ പൂരിക്കുള്ളത് ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്, 10 എണ്ണമാണ്.
അപ്പോൾ പൂരി എന്താ വെച്ചാൽ അമ്മയ്ക്ക് അതെ പൂരി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതാണിപ്പോൾ ഇന്ന് പൂരി ആക്കിയത്. പിന്നെ നമ്മളൊരു സ്പെഷ്യൽ മുട്ട റോസ്റ്റും കൂടി ആയപ്പോൾ നല്ല ഒരു കോമ്പിനേഷനാണ്. പൂരി പിന്നെ 10 എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കഴിച്ച ശേഷം പിന്നെ നമ്മളെ പൂച്ചയ്ക്കും വേണമല്ലോ. പൂച്ചയ്ക്ക് അതെ നല്ല ഇഷ്ടമാണ് ആ പൂരി. എന്ന് വെച്ചാൽ ആ ഒരു എണ്ണേൻ്റെ ആ ഒരു ഇതും ഒക്കെ ആ ഒരു ചൊയ ഒക്കെ ഏതായാലും അത് പൂച്ചയ്ക്കും ഇഷ്ടമാണ്. അപ്പം നമ്മളെ പൂരി അതിവിടെ റെഡിയായി. നമ്മളെ മുട്ട റോസ്റ്റ് പൂരി ഇവിടെ ഉണ്ട്, ഞങ്ങൾ കഴിക്കായി. അപ്പം ഇനി അമ്മയ്ക്ക് കൊടുക്കാം. അമ്മയ്ക്കൊരു 3 എണ്ണം, പിന്നെ ഒന്നുകൂടിയൊക്കെ വേണമെങ്കിൽ കഴിക്കും. എന്തായാലും ഒരു 4 എണ്ണം കഴിക്കും അമ്മ. പിന്നെ ഞാനൊരു 5 എണ്ണം കഴിക്കും. പിന്നെ ആ ഒരു 1 അത് പൂച്ചയ്ക്കുള്ളത്. 1 കഴിക്കുള്ളൂ പൂച്ച. പിന്നെ പൂച്ചയ്ക്കുള്ളത് തീറ്റ വേറെ ഉണ്ട്, അപ്പോൾ അതും കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് നമുക്ക് നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ള മുട്ട റോസ്റ്റും പൂരി, അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഏതായാലും നോക്കട്ടെ നമ്മൾ ഇന്നത്തെ മുട്ട റോസ്റ്റ്. പൂച്ച രാവിലെ പൂരിയൊക്കെ കഴിച്ച് ഇതാ ഇനിയിപ്പോൾ ഇവിടെ വിശ്രമത്തിലായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.